അമ്മേ, ആകെ കുഴപ്പമായി. സൂര്യ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ആ സെക്യൂരിറ്റി ഏജൻസിന്ന് കുറെ സെക്യൂരിറ്റികൾ ഗേറ്റ് തുറന്ന് വന്നിട്ടുണ്ട്. അവര് മിക്കവാറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും വന്നിരിക്കുക. സെക്യൂരിറ്റി ഏജൻസിന്ന് പകരം ചോദിക്കാൻ ഒരു കൂട്ടരോ? എങ്കിൽ പിന്നെ എനിക്കതൊന്ന് കാണണല്ലോ. വാ. നമസ്കാരം മാഡം. എന്താ എന്താ നിങ്ങൾ വന്ന്? ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ആര്? ഞാനാ പറഞ്ഞത്. ഇത്രയും പേരാണോ ഇവിടെ ഡ്യൂട്ടിക്ക് വരാറുള്ളത്? ആ അതെ സാർ. എന്താ സൂര്യ, എന്താ ഇവരൊക്കെ ഇവിടെ? ആ നമ്മുടെ വീട്ടില് ഇതുവരെ ജോലി ചെയ്തിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ജീവനക്കാരോടും ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിരുന്നു. നന്ദിനി, അച്ഛനെ കൊണ്ടിങ്ങ് വാ. രാജുട്ടാ, അതും കൊണ്ടുവാ. ശരി സാർ. സത്യം പറഞ്ഞ ഞങ്ങളെപ്പോലുള്ളവരെല്ലാം ധൈര്യത്തോടെ ഉറങ്ങിക്കിടക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവർ കാവലുണ്ടെന്നുള്ള ധൈര്യത്തിലാണ്. പിന്നെ രാവും പകലും ഞങ്ങൾ കടന്നു പോകുന്ന ഗേറ്റുകളിലെല്ലാം നിങ്ങളുണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങൾ ആരും നിങ്ങളോടൊന്നും സംസാരിക്കാറ് പോലുമില്ല. നിങ്ങളുടെ പേര് ചോദിക്കാറില്ല. നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടോയെന്ന് അന്വേഷിക്കാറില്ല. പക്ഷേ ഞങ്ങളത് ചോദിക്കേണ്ടതാണ്. ഈ പറയുന്ന എനിക്ക് പോലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് ഐ ആം റിയലി സോറി. ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. കനത്ത വെയിലിലും കനത്ത ഇരുട്ടിലും തനിച്ചു നിന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നു. അത് നിങ്ങളുടെ കുടുംബത്തോടുള്ള നിങ്ങളുടെ സത്യസന്ധതയാണ്, ആത്മാർത്ഥതയാണ്. അതിനെ ബഹുമാനിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാലത്തും നിങ്ങളെപ്പോലുള്ള സെക്യൂരിറ്റിമാരെ കണ്ടാൽ ഞാൻ വെറുതെ കടന്നു പോയില്ല. വെറുതെ ഒരു വാക്ക്, ഒരു ചിരി, അത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും. ഇത്രയും ദിവസം ഈ കുടുംബത്തിന് കാവൽ നിന്ന് ഇനി അങ്ങോട്ട് കാവൽ നിൽക്കാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ആദരവ് തരണമെന്നാണ് ഞാൻ കരുതുന്നത്. സാർ? യെസ്. നിങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഇതൊരു നല്ല തുടക്കമായിരിക്കട്ടെ. രാജുട്ടാ, അതെങ്ങനെ? ഇത് ഗോൾഡ് കോയിൻസാ.
നിങ്ങൾക്കുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ സമ്മാനം. വാങ്ങിച്ചോ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. സാറ് പെട്ടെന്ന് വിളിച്ചിങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. ഞങ്ങളെപ്പറ്റി സാറ് നല്ലത് സംസാരിച്ചല്ലോ. ഞങ്ങൾ മനുഷ്യരാണെന്ന് സാറിന് തോന്നിയല്ലോ. താങ്ക് യു സാർ. ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. രാജുട്ടാ, എന്താ സാർ? അതിങ്ങെടുത്തിട്ട് വന്നേ. ശരി സാർ. ഇങ്ങ് വാ വാ. ഇദ്ദേഹത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഈ അടുത്ത ദിവസം നിങ്ങളുടെ സെക്യൂരിറ്റി ഏജൻസിയിൽ പുതുതായിട്ട് ജോലിക്ക് വന്ന ആളാ. വന്നു നിന്ന ദിവസം ഈ കുടുംബത്തിന് വേണ്ടി ഇദ്ദേഹം കാണിച്ച ഉത്തരവാദിത്വം സത്യത്തിൽ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ദാ ഈ നിൽക്കുന്ന എന്റെ അമ്മയാണ്. വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയായിരിക്കുമ്പോഴും തൊഴിലാളി വർഗത്തെ ഇത്രയും സ്നേഹത്തോടെ കാണാൻ എന്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല. ശരി സാർ. ഈ നിൽക്കുന്ന ഇദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കണം എന്നുള്ളതേ എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അപ്പോ ഞാനത് ചെയ്യാം.